എക്സൽ ഇലക്ട്രിക്കൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലങ്ങളായി നമ്മൾ ഉപയോഗിക്കുന്ന മിക്സി ഇനി വാങ്ങുമ്പോൾ കാലത്തിനനുസരിച്ചൊന്ന് മാറിയാലോ? മിക്സിയിൽ ഒരു മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നവർക്കായിട്ടുള്ള വ്യത്യസ്തമായ മിക്സിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. പുതിയൊരു മിക്സി വാങ്ങുമ്പോൾ എന്ന സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ചിലരെങ്കിലും സംശയിച്ചേക്കാം, ഇത് കമ്പനിക്ക് പ്രൊമോഷന് വേണ്ടി ചെയ്യുന്നതാണോ എന്ന്. അങ്ങനെയല്ല. മിക്ക ആളുകൾക്കും മിക്സി വാങ്ങാനായി കടയിലേക്ക് പോയി കഴിഞ്ഞാൽ ഏത് വാങ്ങണം എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. ഇന്ന് മാർക്കറ്റിലുള്ള നല്ല നല്ല മിക്സികളെക്കുറിച്ച് നിങ്ങൾക്ക് ഏകദേശ ധാരണയുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനും വാങ്ങാനും എളുപ്പമാണ്. അത് നിങ്ങൾക്കായിക്കോട്ടെ, നിങ്ങളുടെ പ്രിയപ്പെട്ട മറ്റുള്ളവർക്കായിക്കോട്ടെ, ആർക്കു വേണ്ടിയാണെങ്കിലും നിങ്ങൾക്കതിനെക്കുറിച്ചൊരു ധാരണയുണ്ടെങ്കിൽ വാങ്ങിക്കാൻ എളുപ്പമാണ്. നിങ്ങൾക്ക് യാതൊരു ധാരണയുമില്ലാതെ പഴയൊരു കൺസെപ്റ്റ് വെച്ചാണ് മിക്സി വാങ്ങാനായി കടയിലേക്ക് പോകുന്നത് എങ്കിൽ നിരാശയായിരിക്കും ഫലം. കാരണം പഴയ പല മിക്സികളും ഇന്ന് മാർക്കറ്റിൽ നിന്നും ഔട്ടായി കഴിഞ്ഞു. പുതിയ പല കമ്പനികളും അതിൽ പുതിയ പുതിയ ഫീച്ചറുകളും ഉള്ള ഒരുപാട് മിക്സികൾ ഇന്ന് മാർക്കറ്റിലുണ്ട്. അവയെക്കുറിച്ച് ഏകദേശ ധാരണയുണ്ടാക്കാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് വീഡിയോ മുഴുവനായും കണ്ട് ആവശ്യമായ ഘട്ടത്തിൽ ഉചിതമായ തീരുമാനമെടുക്കുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി പഴയ പല്ലവി ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, പുതുതായി വീഡിയോ കാണുന്നവർക്ക് വേണ്ടി. നിത്യജീവിതത്തിൽ ആവശ്യമായി വരുന്ന ഇലക്ട്രിക്കൽ ഉപകരണങ്ങളെക്കുറിച്ചുള്ള അറിവുകളാണ് എക്സൽ ഇലക്ട്രിക്കൽസിൻ്റെ ഈ ചാനലിലൂടെ ഞങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടമാകുന്നു എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ ലഭിക്കുന്നതിനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അനാബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് കടക്കാം. പ്രീതി കമ്പനിയുടെ സോഡിയാക് മിക്സിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. വളരെയധികം ഫീച്ചറുകളുള്ള ഈ മിക്സി വാങ്ങിച്ച് ഉപയോഗിക്കുന്നവർക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി താല്പര്യമുണ്ടെങ്കിൽ അത് വാങ്ങിക്കാനും ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും. ബാക്കി കാര്യങ്ങൾ നമുക്ക് മിക്സി കണ്ടുകൊണ്ട് തന്നെ സംസാരിക്കാം. Perfect guiding tutor for home appliances. ഇതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന മിക്സി. നല്ല ഭാരമുണ്ട്, നല്ല വലിപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ടേബിളിൽ വെച്ച് നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് മിക്സി മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. പ്രീതി കമ്പനിയുടെ സോഡിയാക് എന്ന മിക്സിയാണിത്. നമുക്കിതിൽ നിന്നും സാധനങ്ങൾ ടേബിളിലോട്ട് മാറ്റി വെച്ച ശേഷം ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. ആദ്യം നമുക്കിത് ടേബിളിലോട്ടേക്ക് മാറ്റി വെക്കാം. ഈ മിക്സിയുടെ കൂടെ 5 ജാറുകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരു മാസ്റ്റർ ചീഫ് ജാറുണ്ട്, സാധാരണ മിക്സിയിൽ ലഭിക്കുന്ന മൾട്ടി ജാറുണ്ട്, ഒരു ഡ്രൈ ജാറ്, വെറ്റ് ജാറ്, ഒരു ജ്യൂസ് ജാറ്, ഇങ്ങനെ 5 ജാറുകളാണുള്ളത്. ഇത് കൂടാതെ സ്പൗട്ട്, സ്പാച്ചുല, ബ്ലെൻഡർ ബ്ലേഡ് അസംബ്ലി, ചോപ്പിംഗ് ബ്ലേഡ്, സൂപ്പർ എക്സ്ട്രാക്ടർ ലിഡ്, മുസമ്പി നീരെടുക്കുന്നതിനാവശ്യമായ സിട്രസ് ബൗള്, സിട്രസ് കോൺ, കൂടാതെ ഗ്രാറ്റിംഗ് ബ്ലേഡ്, സ്ലൈസിംഗ് ബ്ലേഡ് എന്നിവയും ലഭിക്കുന്നുണ്ട്. മിക്സിയുടെ അടിഭാഗത്ത് വരുന്ന ഈ റബ്ബർ ഗ്രിപ്പ് മിക്സിയെ സ്ട്രോങ് ആയി ഇളക്കമില്ലാതെ നിർത്തുന്നു. ഇതിൻ്റെ ഓവർലോഡ് പ്രൊട്ടക്ഷൻ സ്വിച്ചും ഈ അടിഭാഗത്ത് തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ ഓവർലോഡ് സേഫ്റ്റി ഇൻഡിക്കേറ്ററാണ് ഇത്. ഇതിൻ്റെ മോട്ടോർ കപ്ലിംഗ് സാധാരണ പ്രീതി മിക്സിക്ക് വരുന്ന സെയിം തന്നെയാണ്, അതിൽ വ്യത്യാസം വരുത്തിയിട്ടില്ല. ഇനി ഇതിൻ്റെ മാസ്റ്റർ ചീഫ് ജാർ എങ്ങനെ ഉപയോഗിക്കാം എന്ന് നമുക്ക് നോക്കാം. ഇതിൽ നമുക്ക് ആട്ട കുഴക്കാം, പച്ചക്കറി നുറുക്കിയെടുക്കാം, അരിഞ്ഞെടുക്കാം, പച്ചക്കറി ചിരകിയെടുക്കാം. അങ്ങനെ അടുക്കളയിൽ നമുക്ക് വേണ്ടി വരുന്ന ഒത്തിരി കാര്യങ്ങൾ ഈ ജാറുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പം ചെയ്തെടുക്കാൻ സാധിക്കും. ഇത് നീഡിംഗ് ബ്ലേഡാണ്. ഇതിനകത്തായി വരുന്ന ഗ്രിപ്പ് ജാറിൽ കൃത്യമായി ചേർത്ത് വച്ചാൽ മാവ് കുഴക്കാൻ റെഡിയായി. ആട്ടപ്പൊടി എടുക്കുന്നതിൻ്റെ അളവ് പാത്രം കൂടിയാണ് ഈ പുഷർ. ഇതിൽ മുഴുവൻ ആട്ട എടുക്കുമ്പോൾ ഇതിൻ്റെ പകുതിയായി മാർക്ക് ചെയ്ത ഭാഗം വരെയാണ് വെള്ളം എടുക്കേണ്ടത്. ആദ്യം ഇതിലേക്ക് ആവശ്യത്തിന് ആട്ടപ്പൊടി എടുക്കുക. ശേഷം ലിഡ് ലോക്ക് ചെയ്ത് പുഷർ ഇടുന്ന ഭാഗത്തു കൂടി വെള്ളം അല്പാൽപമായി പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഓൺ ചെയ്യുക. വെള്ളം മുഴുവനായും ഒരുമിച്ചൊഴിക്കാതെ കുറച്ചായി ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. 1 മിനിറ്റ് കൊണ്ട് തന്നെ മാവ് കുഴഞ്ഞു പാകമായി കിട്ടും. ഇനി നമുക്ക് ചോപ്പിംഗ് ബ്ലേഡ് എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം. ചോപ്പിംഗ് ബ്ലേഡും നീഡിംഗ് ബ്ലേഡ് ഇട്ടതുപോലെ തന്നെയാണ്. അതിൻ്റെ കട്ട് നോക്കി ആ ഗിയർ കറക്റ്റ് ചെയ്ത് മാത്രം അതിലേക്ക് ഇറക്കി വെക്കുക. ശേഷം ആവശ്യമായ വെജിറ്റബിൾസ് ഇതിലേക്ക് ഇട്ട് ഇതിൻ്റെ ലിഡ് ലോക്ക് ചെയ്ത് 2-3 തവണ പൾസ് ചെയ്ത് കൊടുത്താൽ വെജിറ്റബിൾ നന്നായി നുറുങ്ങിക്കിട്ടും. ഇത് സ്ലൈസിംഗ് ബ്ലേഡാണ്. ഇതിൻ്റെ ബ്ലേഡ് വളരെ ഷാർപ്പാണ്. ശ്രദ്ധിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ കൈമുറിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ബ്ലേഡ് ഹോൾഡർ ഡിസ്കിൽ ഫിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. ആദ്യം ഇതിൻ്റെ ലോക്ക് ഫിറ്റ് ചെയ്ത ശേഷം പതിയെ പ്രസ് ചെയ്താൽ ഇത് ഡിസ്കിൽ ഫിറ്റാകും. ശേഷം ഇത് ജാറിൽ ഇതുപോലെ ബ്ലേഡ് കപ്ലറിൽ ഫിറ്റ് ചെയ്ത് ലിഡ് അടച്ച ശേഷം
നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് ചേന, ചേമ്പ്, കാമ്പ്, കൂമ്പ്, കുമ്പളം, ക്യാരറ്റ്, ബീട്രൂട്ട് എന്തുമാകട്ടെ ഈ ഭാഗത്തു കൂടി ജാറിലേക്ക് ഇട്ട് മിക്സിയുടെ ഒന്നാമത്തെ സ്പീഡിൽ വർക്ക് ചെയ്യിക്കുക. പുഷർ കൊണ്ട് ആവശ്യത്തിന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോഴിതൊക്കെ നന്നായി അരിഞ്ഞ് ജാറിലേക്ക് വീഴുന്നതാണ്. ഇനി ഈ ബ്ലേഡ് അഴിക്കുന്നതും വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. കാരണം വളരെ ഷാർപ്പായ ബ്ലേഡായത് കാരണം കൈ ചെറുതായി തട്ടിയാൽ പോലും നന്നായി മുറിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലേഡ് അഴിക്കുന്നത് ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ കയ്യിൽ തട്ടാതെ വളരെ ഈസിയായി അഴിക്കാൻ സാധിക്കുന്നതാണ്. ആദ്യം നിങ്ങൾ ഇതിൻ്റെ ഡിസ്ക് തിരിച്ച് പിടിച്ച് ബ്ലേഡിൻ്റെ എൻഡ് വരുന്ന ഈ ഭാഗത്ത് ചെറുതായി പ്രസ് ചെയ്ത് നമുക്ക് കൂളായി അഴിച്ചെടുക്കാവുന്നതാണ്. സ്ലൈസിംഗ് ബ്ലേഡ് ഫിറ്റ് ചെയ്തതുപോലെ തന്നെയാണ് ഗ്രൈറ്റിംഗ് ബ്ലേഡും ഫിറ്റ് ചെയ്യേണ്ടത്. ഇത് ഉപയോഗിച്ച് നമുക്ക് വറുക്കേണ്ട ആവശ്യത്തിന് ചിരകിയെടുക്കാവുന്നതാണ്. വറുക്കുക എന്നത് എൻ്റെ നാട്ടിലെ ഭാഷയാണ്. കാര്യം മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാണ് സിട്രസ് ബോൾ. മുസബി പോലുള്ളവയുടെ നീര് പിഴിഞ്ഞെടുക്കുന്നതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് ജാറിൽ വെച്ച് ലോക്ക് ചെയ്ത ശേഷം ഇതിൻ്റെ തന്നെ അറ്റാച്ച്മെൻറ്റായ സിട്രസ് കോൺ ഇതിൻ്റെ മുകളിലായി ഫിറ്റ് ചെയ്യുക. ഇതിന് മുകളിലായി മുസംബിയോ എന്താണ് നമ്മൾക്ക് പിഴിഞ്ഞെടുക്കേണ്ടത് അത് വച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ നീര് മുഴുവൻ ജാറിലേക്ക് എളുപ്പം പിഴിഞ്ഞു കിട്ടുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ജാറിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇനി ഇത് കഴുകുന്നതിനായി ഇതിൻ്റെ ഗിയർ ബോക്സ് അഴിച്ചെടുത്ത് ജാർ കഴുകാവുന്നതാണ്. ഗിയർ ബോക്സ് ഇതുപോലെ തിരിച്ച് അഴിച്ചെടുക്കാവുന്നതാണ്. ഈ ഭാഗം കഴുകി വൃത്തിയാക്കാവുന്നതാണ്. ഗിയർ ബോക്സ് എപ്പോഴും നമ്മൾ തുടച്ച് വൃത്തിയാക്കി സൂക്ഷിക്കുന്നതാവും നല്ലത്. ഈ മിക്സിയുടെ കൂടെ ലഭിക്കുന്ന മറ്റൊരു വ്യത്യസ്തമായ ജാറാണ് ഇൻസ്റ്റാ ഫ്രഷ് ഫ്രൂട്ട് ജ്യൂസർ ജാർ. സാധാരണ ജ്യൂസറായും ഫിൽട്ടറായും ഫ്രഷ് ജ്യൂസറായും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ ഇപ്പോഴുള്ളത് ജ്യൂസർ ബ്ലേഡ് അസംബ്ലിയാണ്. ഇതുപയോഗിച്ച് ഫ്രഷ് ജ്യൂസ് ഉണ്ടാക്കാവുന്നതാണ്. ഇതിലേക്ക് എന്താണോ ജ്യൂസ് ആക്കേണ്ടത് അവയിട്ട് ഈ പുഷർ കൊണ്ട് പ്രസ് ചെയ്താൽ ഇതിൻ്റെ പുറം ഭാഗത്തേക്ക് ഫിൽട്ടർ ചെയ്ത പാൽ അല്ലെങ്കിൽ ജ്യൂസ് വരുന്നതാണ്. ഈ സ്പോട്ട് ക്യാപ്പ് അഴിച്ച് നമുക്ക് ഇതിൽ നിന്നും ഒഴിച്ചെടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഫിൽട്ടറാണ് ഇത്. ഇതിൻ്റെ ജ്യൂസർ ബ്ലേഡ് അസംബ്ലി മാറ്റുന്നതിനായി ജാർ ഹൗസിംഗ് അഴിച്ചെടുത്ത് ഇതിൻ്റെ ബ്ലേഡ് മാറ്റി ബ്ലെൻഡർ ബ്ലേഡ് ഫിറ്റ് ചെയ്യാവുന്നതാണ്. ഇത് ടൈറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ മാർക്ക് നോക്കി കൃത്യമായി ടൈറ്റ് ചെയ്ത് ഉപയോഗിക്കേണ്ടതാണ്. ഇത് നമ്മുടെ സാധാരണ ജ്യൂസറായും ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഫിൽട്ടർ ലിഡിന് പകരം സൂപ്പർ എക്സ്ട്രാക്ടർ ലിഡ് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഈ ജാറിൽ തന്നെ ഫിൽട്ടർ ഫിറ്റ് ചെയ്താൽ നമുക്ക് ജ്യൂസ് ജാറിൽ നിന്ന് തന്നെ ഫിൽട്ടർ ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഈ സ്പൗട്ട് ക്യാപ്പ് അഴിച്ച് സ്പൗട്ട് ഇതിൽ ഫിറ്റ് ചെയ്ത് ഒരു ബൗൾ വെച്ചാൽ ജ്യൂസ് അതിലേക്ക് മാറ്റാവുന്നതാണ്. പിന്നീട് വരുന്നത് സാധാരണ മിക്സികളിൽ വരുന്ന ജാറുകൾ തന്നെയാണ്. ഒരു മൾട്ടി ജാർ. ഇത് പൊടിക്കാനും ചെറിയ അരവുകൾക്കും ഉപയോഗിക്കാവുന്നതാണ്. പിന്നീട് വരുന്നത് ഡ്രൈ ജാറാണ്. ഇതിൽ നമുക്ക് ചെറിയ ജാറിൽ ചെയ്യാൻ പറ്റുന്നതിലും കൂടുതൽ ക്വാണ്ടിറ്റി ചെയ്യേണ്ടി വരുമ്പോൾ ഉപയോഗിക്കാവുന്നതാണ്. പിന്നീട് വരുന്നത് വെറ്റ് ജാറാണ്. ഇത് അരക്കാനും ജ്യൂസിൻ്റെ ആവശ്യത്തിനും മിക്സിങ്ങിനും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ അടുക്കളയിലെ ഒട്ടുമിക്ക ആവശ്യങ്ങളും നിറവേറ്റാൻ പര്യാപ്തമായ ഒരു കിടിലൻ മിക്സി തന്നെയാണ് പ്രീതിയുടെ സോഡിയാക് മിക്സി. 750 വാട്ട്സ് മോട്ടോറാണ് ഇതിൻ്റെ കരുത്ത്. 5 വർഷമാണ് മോട്ടോറിന് കമ്പനി വാറണ്ടി നൽകുന്നത്. മറ്റു പാർട്ടുകൾക്ക് നൽകുന്നത് 2 വർഷത്തെ വാറണ്ടിയാണ്. കൂടാതെ ലൈഫ് ലോങ് സർവീസ് വാറണ്ടിയും കമ്പനി ഇതിന് നൽകുന്നുണ്ട്. ഇതിന് വില വരുന്നത് 11,795 രൂപയാണ്. അതിൽ ഡിസ്കൗണ്ട് കൂടി വരുമായിരിക്കും. മാത്രവുമല്ല, ഇന്ന് ലഭ്യമായതിൽ മികച്ച സർവീസ് നൽകുന്ന കമ്പനിയാണ് പ്രീതി. സാധാരണ ഒരു മിക്സി മതി എന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള മിക്സി അല്ല ഇത്. മിക്സിയുടെ കാര്യത്തിൽ അഡ്വാൻസ് ആയ ഒരു മിക്സി തന്നെ വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള കിടിലൻ മിക്സിയാണ് പ്രീതിയുടെ സോഡിയാക് മിക്സി. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ മുന്നോട്ടുള്ള കുതിപ്പിന് ഏറെ സഹായകരമാണ്. വീഡിയോ ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്നുവെങ്കിൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക. വീണ്ടും ഒരു നല്ല വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക്